രാവിലെ ചെറിയൊരു ചാറ്റൽ മഴയെ ആസ്വദിച്ച് നെൽപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള വഴിയിലൂടെ നടക്കാനിറങ്ങുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. മഴ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന നെൽപ്പാടങ്ങളെ തൊട്ട് തലോടി പോകുന്ന ഒരിളം കാറ്റും മഴവെള്ളം നിറഞ്ഞൊഴുകുന്ന തോടിന്റെ ശബ്ദവും ആ ഭംഗിയെല്ലാം നമ്മളെ കുറെ നേരം അവിടെ പിടിച്ചു നിർത്തും. അത് മതിയാവോളം ആസ്വദിക്കാതെ ഒരിക്കലും മുന്നോട്ട് നടക്കാൻ കഴിയില്ല. തോടിനും നെൽപ്പാടങ്ങൾക്കും അടുത്തായി സ്ഥിതി ചെയ്യുന്ന പഴയൊരു ക്ഷേത്രം. ക്ഷേത്രത്തോട് ചേർന്ന് ഒരാമ്പൽ കുളവും തനതായ പാലക്കാടൻ ഗ്രാമക്കാഴ്ചകൾ. ഇതൊന്നും കാണാൻ ഒരുപാട് ദൂരം പോകേണ്ട ആവശ്യമൊന്നുമില്ല. പാലക്കാട് ടൗണിൻ്റെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന, ആരും കാണാൻ കൊതിക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. മരുത റോഡ് പഞ്ചായത്തിലുള്ള പുതുശ്ശേരി സൂര്യചിറ ശിവപാർവതി ക്ഷേത്രവും പരിസരവും. പാലക്കാടൻ ഗ്രാമഭംഗി അടുത്തറിയാൻ കഴിയുന്ന ഒരു സ്ഥലം. മരുത റോഡുള്ള വില്ലേജ് ഓഫീസും ഈ പെട്രോൾ പമ്പെല്ലാം അത്യാവശ്യം പാലക്കാട്ടുകാർക്ക് അറിയുന്നൊരു സ്ഥലമാണ്. പെട്രോൾ പമ്പ് കഴിഞ്ഞതും സർവീസ് റോഡിലൂടെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു വഴി കാണും. ആ വഴി ചെന്ന് അവസാനിക്കുന്നിടത്താണ് ഇന്ന് തേടി പോകുന്ന ക്ഷേത്രമുള്ളത്. ചെറിയൊരു വഴിയാണ്. പണ്ട് വാഴാലിക്കാവിലേക്ക് പോകുന്ന ആ ഓർമ്മകളാണ് ഇതുവഴി പോകുമ്പോൾ മനസ്സിൽ വന്നത്. ഏകദേശം അതുപോലെയുള്ള ഒരു ക്ഷേത്രമാണ് ഇന്ന് കാണാൻ പോകുന്നത്. ചുറ്റും നെൽപ്പാടങ്ങളും നിറഞ്ഞൊഴുകുന്ന തോടും ആമ്പൽ കുളവും ചെറിയൊരു ചാറ്റൽ മഴയും ഗ്രാമക്കാഴ്ചകളും പ്രകൃതിയെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരിടം. അതും പാലക്കാട് ടൗണിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലം. വണ്ടി അമ്പലത്തിനടുത്ത് പാർക്ക് ചെയ്തു. ഇനി നടന്ന് ഈ സ്ഥലത്തിന്റെ ഭംഗി അങ്ങ് ആസ്വദിക്കാം. കഴിഞ്ഞ 3-4 ദിവസം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തോട് നിറഞ്ഞൊഴുകുന്നുണ്ട്. മഴക്കാലത്ത് വന്നാൽ മാത്രമേ ഈ തോട് ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത് കാണാൻ കഴിയൂ. കഴിഞ്ഞ വേനൽക്കാലത്താണ് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാനിടയായത്. മഴക്കാലം തുടങ്ങാനായി കാത്തിരിക്കുകയായിരുന്നു ഇങ്ങോട്ട് വരാൻ. ഈ ചുറ്റുവട്ടത്തുള്ള ഒരു സുഹൃത്തും പിന്നെ ഇൻസ്റ്റഗ്രാമിൽ വന്ന ചില മെസ്സേജുകളുടെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഗൂഗിൾ മാപ്പിൽ കയറി തപ്പിയത്. ഗൂഗിൾ മാപ്പിലുള്ള ഫോട്ടോസ് കണ്ടപ്പോൾ എന്തായാലും ഇവിടെ വരണമെന്ന് തീരുമാനിച്ചു. വീഡിയോയിൽ അറിയുന്നില്ലെങ്കിലും ചെറിയൊരു ചാറ്റൽ മഴയും നല്ല കാറ്റും ഉണ്ടപ്പോൾ കുറേ കാലങ്ങളായി കാണാൻ ആഗ്രഹിച്ച കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ വന്നിട്ടും കുറച്ചായത് കാരണം ഇതെല്ലാം നന്നായി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാണുന്ന പനയുടെ താഴത്തായി ഒരു പാലമുണ്ട്. ആ പാലത്തിനടുത്ത് നിന്നിട്ടായിരുന്നു ഇത്രയും നേരം വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വൈകുന്നേരങ്ങളിൽ തിരക്കെല്ലാം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കാറ്റും കൊണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണത്. ഈ ക്ഷേത്രത്തിന്റെ എൻട്രൻസ് ഇതാണേലും വിളക്കും പ്രതിഷ്ഠയെല്ലാം കാണുന്നതിൽ മറുഭാഗത്ത് പോകണം. വലിയൊരു കുളം കൂടി ഇവിടെയുണ്ട്. രാവിലെ ആയ കാരണം കുറച്ച് ആളുകൾ അവിടെ കുളിക്കുന്നുണ്ട്. അവരെല്ലാം കുളിച്ചു പോയി കഴിഞ്ഞാൽ ആ കുളത്തിനടുത്തേക്ക് പോവാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരുത റോഡ് ഞാൻ താമസിച്ചിരുന്നു. അന്ന് സ്ഥിരമായി പോകുന്ന ഒരു അമ്പലമായിരുന്നു ആലമ്പള്ളം ശിവക്ഷേത്രം. ഇതുപോലെ നെൽപ്പാടങ്ങൾക്ക് നടുവിലായുള്ള മനോഹരമായൊരു സ്ഥലം. പക്ഷെ അന്ന് ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. ആദ്യം കരുതിയത് ഇത് മലമ്പുഴ കനാലാണെന്നാണ്. ഇതുവഴി പോയ ഒരു നാട്ടുകാരനാണ് പറഞ്ഞത്. ഇത് കനാലല്ല, മഴവെള്ളം നിറഞ്ഞു പോകുന്ന ഒരു തോടാണിത്. മഴ പെയ്താൽ ഇതിൽ വെള്ളം നിറയും. 2 ദിവസം മുമ്പ് വരെ ഈ റോഡിലെല്ലാം വെള്ളം കയറിയിരിക്കുകയായിരുന്നു എന്നുകൂടി പറഞ്ഞു. ഇവിടെ നിന്നാലാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും വിളക്കെല്ലാം കാണാൻ കഴിയുക. ഇതുവഴി ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ കഴിയില്ല. ഗേറ്റ് ഉണ്ടെങ്കിലും ആ ഗേറ്റ് നേരെ നെൽപ്പാടത്തേക്കാണ് തുറക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഹൈവേയുടെ കുറച്ച് ഭാഗങ്ങളും കാണുന്നുണ്ട്. ഹൈവേയിൽ നിന്ന് നെൽപ്പാടങ്ങൾക്കിടയിലൂടെയെല്ലാം നടന്നു വരാൻ കഴിയും. നല്ലൊരു ഫീലായിരിക്കും അത്. തോട് നിറഞ്ഞൊഴുകുമ്പോഴേ ഈ സ്ഥലത്തിൻ്റെ ഭംഗി മുഴുവനായും ആസ്വദിക്കാൻ കഴിയും. ശരിക്കും ഈ സ്ഥലത്തേക്ക് സൈക്കിളിലോ അല്ലെങ്കിൽ ആ മെയിൻ റോഡിൽ നിന്ന് അമ്പലം വരെ നടന്നു വരണം. പതിയെ നടന്ന് ഈ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കണം. അതുകൊണ്ടാണ് കാറ് പാർക്ക് ചെയ്ത് ഞാൻ വീണ്ടും നടക്കാൻ തീരുമാനിച്ചത്. ക്ഷേത്രത്തിലേക്ക് വരാൻ 2-3 വഴികളുണ്ടെങ്കിലും കാറായി വരുന്നവർക്ക് ഈ വഴിയിലൂടെ മാത്രമേ വരാൻ കഴിയൂ. ഇതിൻ്റെ പുറകുവശത്തുകൂടിയുള്ള വഴിയിലൂടെ കുറേ 2 വീലേഴ്സ് വരുന്നത് കണ്ടു. ഹൈവേയിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നെൽപ്പാടങ്ങൾ തുടങ്ങുന്നത്. ഈ സ്ഥലം ആദ്യം കണ്ടപ്പോഴേ തീരുമാനിച്ച അവിടെ നിന്ന് നടന്ന് ഇതുവരെ വരണമെന്ന കാര്യം. മരുത റോഡ് ഗ്രാമപഞ്ചായത്തിലുള്ള തിരുമുണ്ടിത്തോടാണ് നമ്മൾ കണ്ട തോട്. ഇവിടെ കണ്ട ആളുകൾ പറഞ്ഞ പോലെ മലമ്പുഴ കനാലല്ല, ഇതൊരു തോട് തന്നെയാണ്.
ഈ സ്ഥലം എനിക്ക് പറഞ്ഞു തന്നവരിൽ ഒരാൾ പറഞ്ഞത് ഇതുവഴി ഒരു കനാല് പാസ് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു. നെൽപ്പാടങ്ങളുടെ പല ഭാഗങ്ങളിൽ നിന്ന് വെള്ളം വന്ന് ഈ തോടിൽ ചേരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നല്ല ഒഴുക്കാണ് കാണാൻ കഴിയുന്നത്. കണ്ടാലറിയാം അധികം ആഴമൊന്നുമില്ല ഈ സ്ഥലത്തിന്. അങ്ങ് ദൂരെ നെൽപ്പാടങ്ങൾക്കെല്ലാം പിറകിലായി കാർമേഘങ്ങളിൽ മൂടി നിൽക്കുന്ന ആ മലനിരകൾ കാണാനും നല്ല ഭംഗിയാണ്. ഇനി ആ അമ്പലക്കുളത്തിനടുത്ത് പോയി നോക്കാം. അവിടുത്തെ തിരക്ക് കഴിഞ്ഞെങ്കിൽ കുളത്തിന്റെ കുറച്ച് വീഡിയോസ് എല്ലാം എടുക്കാം. ഇപ്പോഴും ആളുകൾ ഇവിടെ കുളിക്കുന്നുണ്ട്. എന്തായാലും അവരെ ഉപദ്രവിക്കാത്ത, അവരെ ഫ്രെയിമിൽ കിട്ടാത്ത രീതിയിൽ കുറച്ച് വീഡിയോസ് എടുക്കാൻ ശ്രമിക്കാം. ഈ സ്ഥലത്തെക്കുറിച്ച് ഗൂഗിളിൽ തപ്പിയപ്പോൾ കുളം നിറയെ ആമ്പൽപ്പൂക്കളുള്ള ഒരു ഫോട്ടോ കാണാൻ കഴിഞ്ഞു. അത് പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നതെങ്കിലും കുളത്തിൽ ഒരാമ്പൽപ്പൂവെ കാണാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ അവിടുത്തെ നെൽപ്പാടങ്ങളുടെയും കുളത്തിന്റെ എല്ലാം കാഴ്ചകൾ കണ്ട് നടക്കുമ്പോഴായിരുന്നു അമ്പലത്തിന് മുന്നിലുള്ള മരത്തിൽ കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഏകദേശം ഈ അമ്പലത്തിന്റെ ചുറ്റുപാടുകളെല്ലാം കണ്ടു കഴിഞ്ഞു. അമ്പലത്തിനകത്ത് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമില്ല. നെൽപ്പാടങ്ങൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ശിവപാർവതി ക്ഷേത്രമാണിത്. ശിവരാത്രി ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല എന്നാണ് സത്യം. ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളിലൊരാൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പുതുശ്ശേരി സൂര്യച്ചിറ ശിവപാർവതി ക്ഷേത്രം 960 വർഷത്തെ കാലപ്പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത്. ഇതിന്റെ ചരിത്രപരമായ രേഖകളോ മറ്റോ അതൊന്നുമില്ല. അഷ്ടമംഗല്യത്തിൽ തെളിഞ്ഞ പ്രകാരമാണ് ഇതൊക്കെ. അതിൽ തെളിഞ്ഞ പ്രകാരം 960 വർഷത്തെ കാലപ്പഴക്കം. ഇത് സാക്ഷാൽ പരശുരാമനായ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങളാണ് ഇവിടുത്തെ. മഹാവിഷ്ണു ഭഗവാനെയാണ് ആദ്യം പ്രതിഷ്ഠിച്ചത്. സദാശിവ അത് കുടുംബം, ഭാര്യ പാർവതി ദേവിയും, അത് പടിഞ്ഞാറോട്ടാണ് ദർശനം. അതായത് ദേവിയുടെ പൂർണ്ണ സ്വരൂപം. ആദ്യം നമ്മൾ ദർശിക്കാൻ പോകുമ്പോൾ ദേവിയാണ് ദർശന ഇതിലേക്ക് വരിക. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ, പിന്നീട് മക്കള്. അതെന്ന് പറഞ്ഞാൽ കുടുംബൈശ്വര്യത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു. വീഡിയോന്റെ ലെങ്ത് കൂടാതിരിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ നിന്ന് യാത്ര പറയാനാലും ഈ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനിയും ഞാനിവിടെ വരും. ഈ സ്ഥലത്തിന്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം.